ദൈവം ഇടപെട്ടാൽ ജീവിതം മാറേണ്ടി വരും. അതുകൊണ്ട് നമ്മളങ്ങ് തീരുമാനിക്കുകയാണ്, കർത്താവ് തമ്പുരാനെ, നീ സക്രാരിക്കകത്ത് ഭദ്രമായിട്ട് നിന്നെ പൂട്ടിവെച്ചിട്ടുണ്ട്. ഞങ്ങൾ നീ അവിടെ സുരക്ഷിതനായിട്ട് സുഖമായിട്ടിരുന്നോ. ഞങ്ങൾ എല്ലാ ഞായറാഴ്ചയും വന്ന് കുമ്പിട്ട് ആരാധിച്ചോളാം. ബാക്കി 6 ദിവസം ഞങ്ങൾ ക്രിസ്ത്യാനികളല്ല. അങ്ങനെ പറയുന്ന ശൈലിയാണ് നമ്മുടേതെങ്കിൽ അതിന്റെ അർത്ഥം നമുക്കൊക്കെ പിശാച് ബാധയുണ്ട്. ശരിക്കും അത് തന്നെയല്ലേ നമ്മുടെയൊക്കെ ജീവിതം? പിന്നെ എന്താ? ഞായറാഴ്ച ഒരു ദിവസം എടുത്തണിയാനുള്ള ആഭരണമാണ് നമുക്ക് നമ്മുടെ വിശ്വാസം. ഞായറാഴ്ച രാവിലെ ഭംഗിയായിട്ട് ഈ ആഭരണമൊക്കെ ഇട്ട്, ഏതാഭരണം? ദൈവവിശ്വാസത്തിന്റെ ആഭരണം ഇട്ട് നമ്മൾ വിശ്വാസി ചമയും, ക്രിസ്ത്യാനി ചമയും. പിന്നെയോ വൈകുന്നേരം അതുകൊണ്ട് ഊരി വെച്ചിട്ട് പിന്നത്തെ 6 ദിവസം നമ്മൾ ക്രിസ്ത്യാനികളല്ല. ദൈവത്തെ അറിയാത്തവരെ പോലെ നമ്മൾ ജീവിക്കും. നീതി കാണില്ല ജീവിതത്തിൽ, കള്ളത്തരങ്ങൾ ഏറെ ഉണ്ടാകും, അതിക്രമങ്ങൾ കാണിക്കും, അധർമ്മം കാണിക്കും നമ്മള്. എന്നിട്ട് പിന്നത്തെ അടുത്ത ഞായറാഴ്ച വീണ്ടും വിശ്വാസത്തിന്റെ ആഭരണം എടുത്തണിയും. നമ്മൾ പറയുന്നത് എന്താ? ദൈവമേ, നീ ഞങ്ങളുടെ കാര്യത്തിൽ കയറി ഇടപെട്ടേക്കരുതേ. പിശാച് ബാധയുടെ ലക്ഷണമാണ്. കർഷകനായ ആ വൃദ്ധ മനുഷ്യൻ പൊട്ടുമത്തങ്ങയുടെ പുറത്ത് വരച്ച കുരിശു പോലെയാണ് നമ്മുടെ വിശ്വാസം. എന്താ സംഭവം? ഈ മത്തങ്ങയൊക്കെ പൊട്ടായിട്ട് കിടക്കുമ്പോഴേ കുരിശ് വരച്ചിട്ടേക്കും പുറത്ത്, പള്ളിക്കുള്ളതാണെന്നുള്ള സൂചനയോടെ. മത്തങ്ങ വളർന്ന് വലുതായി കഴിയുമ്പോൾ ഈ കുരിശും ഈ പുറംതോളിൽ വളർന്ന് വലുതാകും. ഒരിക്കലും ഈ കുരിശ് അകത്തേക്ക് കയറിയിട്ടില്ല. നമ്മുടെ നെറ്റിയിൽ വരച്ച കുരിശും പലപ്പോഴും ഒക്കെ ഈ മത്തങ്ങയുടെ പുറംതോടിലെ കുരിശ് പോലെയാണ്. പുറത്ത് ഈ കുരിശുണ്ട്, അകത്തേക്ക് ഉള്ളറകളിലേക്ക് ദൈവത്തെ കടത്തിവിടാറില്ല. വെളിപാട് പുസ്തകത്തിലെ ചോദ്യം ഇപ്പോഴും മുഴങ്ങുന്നുണ്ട്. ഞാൻ വാതിൽക്കൽ വന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നിരുന്നെങ്കിൽ അകത്ത് പ്രവേശിച്ച് അവരോടൊപ്പം ഭക്ഷണത്തിലിരിക്കുമായിരുന്നു. ഇപ്പോഴും ദൈവം ചോദിക്കുകയാണ്, ഇടപെട്ടോട്ടെ വേണ്ട കർത്താവേ. പിശാചു ബാധയുടെ രണ്ടാമത്തെ സൂചന, പിശാച് ചോദിക്കുന്ന രണ്ടാമത്തെ ചോദ്യം അതാണ്. ഞാനിത് വേഗം ഈ 3